അപ്പം കളി കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നേരം ഉച്ചയായി അല്ലേ? സമയം ഉച്ചയായാൽ എന്താണ്? ഓണസദ്യ ഉണ്ട്. ടീച്ചർ വിളിക്കാൻ തുടങ്ങി. എല്ലാവരോടും ഉച്ചയ്ക്ക് ഓണസദ്യ ഉണ്ണാൻ വേണ്ടി വരാൻ പറഞ്ഞു. അപ്പോൾ ഓണസദ്യക്ക് തയ്യാറായി. എല്ലാവരും കാലുകളൊക്കെ കഴുകി വൃത്തിയായിട്ട് ഓണസദ്യ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഓണസദ്യക്ക് വേണ്ടി അവർ പോയി അവിടെ ഇരുന്നപ്പോൾ എന്ത് ചെയ്തു? ഇലയിട്ടു അല്ലേ? ഓണസദ്യ കഴിക്കാൻ വേണ്ടി ഇലയിലല്ലേ നമ്മൾ ഓണസദ്യ കഴിക്കാറ്? ഓണസദ്യ കഴിക്കാൻ വേണ്ടി ഇലയിട്ടു. ഇലയിൽ ഓണസദ്യക്ക് പലതരം വിഭവങ്ങളാണുള്ളത്. അതാണ് വിളമ്പാൻ പോകുന്നത്. എന്തെല്ലാമാണ് ഇലയിൽ വിളമ്പിയതെന്ന് നമുക്ക് നോക്കാം. ഓണക്കറികൾ പലതുണ്ട് എന്നാണ്. ഓണക്കറികൾ പലതുണ്ട്. ആ പലതുള്ള ഓണക്കറികൾ ഏതെല്ലാമാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടണം. അപ്പം ഓണക്കറി ഏതെല്ലാമാണ്? ഓണത്തിന് എന്തെല്ലാമാണ് ഇലയിൽ വിളമ്പിയത്? അവർക്ക് റിനുവിനും പാറുവിനും ഓണത്തിന് എന്തെല്ലാം കറികളാണ് ഇലയിൽ വിളമ്പിയത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നോക്കാം. ഇലയിട്ടു. അപ്പം ആദ്യം ഇല ഇട്ടു. ഇലയിട്ട കഴിഞ്ഞാൽ പിന്നെ എന്തെല്ലാമാണ് ഉള്ളത് നോക്കിയാ? നെയ്യുണ്ട്. എന്തുണ്ട്? നെയ്യുണ്ട്. പറഞ്ഞോളൂ. നെയ്യ്, പരിപ്പ്, പപ്പടം, ഉപ്പേരി, അവിയൽ, പിന്നെയോ കൂട്ടുകറി, പിന്നെ സാമ്പാർ, അച്ചാറ്, പച്ചടി, കിച്ചടി, പിന്നെ കിച്ചടി, പായസം, ചോറ് അല്ലേ? ചോറ്, പഴം, ഇങ്ങനെ തുടങ്ങി അനേകം കറികളും ചോറൊക്കെയാണ് വിളമ്പിയിരിക്കുന്നത്. ഇതെല്ലാം നെയ്യുണ്ട്, പരിപ്പുണ്ട്, പപ്പടമുണ്ട്, ഉപ്പേരിയുണ്ട്, അവിയലുണ്ട്, കൂട്ടുകറിയുണ്ട്, സാമ്പാറുണ്ട്, അച്ചാറുണ്ട്, പച്ചടി, കിച്ചടി, പായസം, ചോറ്, പഴം. ഇതെല്ലാം കണ്ടപ്പോൾ റിനുവിനും പാറുവിനും വളരെ സന്തോഷമായി. അപ്പോൾ റിനു ഇതിനകത്തുള്ള കുറേ കറികൾ വിളമ്പിയില്ലേ? ആ കറി കണ്ടപ്പോൾ ഇതിനകത്തൊക്കെ കുറേ പച്ചക്കറികൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഉപ്പേരിയിലുണ്ട്, അവിയലിലുണ്ട്, കൂട്ടുകറിയിലുണ്ട്, സാമ്പാറിലുണ്ട്. ഇതിലെല്ലാം തന്നെ പലതരത്തിലുള്ള പച്ചക്കറികളാണ് ഉള്ളത്. ഇത് കണ്ടപ്പോൾ ആർക്ക് കൊതിയായി? നമ്മുടെ റിനുവിന് കൊതിയായി. ഭക്ഷണമൊക്കെ കഴിച്ചു. അതിനുശേഷം അവർ വീട്ടിലേക്ക് പോവുകയാണ്. ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോകും. അപ്പോൾ അപ്പോഴൊക്കെ നമ്മുടെ റിനുവിൻ്റെ മനസ്സിൽ എന്തെല്ലാം പച്ചക്കറികളായിരുന്നു ഇതിന് ഉപയോഗിച്ചത് എന്നാണ്. നമുക്കത് കണ്ടെത്താം. അപ്പം വൈകുന്നേരമായി വീട്ടിലെത്തിയപ്പോഴും നമ്മുടെ റിനുവിന് മനസ്സിൽ നിന്ന് ഓണസദ്യ മാഞ്ഞു പോകുന്നില്ല. അതിനുപയോഗിച്ച പച്ചക്കറികളെ കുറിച്ചായിരുന്നു അവളുടെ ചിന്ത. അപ്പോൾ എന്ത് ചെയ്തു? റിനു അവളുടെ അമ്മയോട് ചോദിച്ചു, അമ്മേ, ഓണസദ്യക്ക് എന്തെല്ലാം പച്ചക്കറികളാണ് ഉപയോഗിക്കാറ്? അപ്പോൾ അമ്മ ഓരോന്നായിട്ട് അവരോട് പറഞ്ഞു. എന്തെല്ലാമായിരിക്കാം അമ്മ പറഞ്ഞു കൊടുത്ത പച്ചക്കറികൾ? നമുക്കൊന്ന് നോക്കാം. എന്തെല്ലാം ആണ് റിനുവിന് പറഞ്ഞു കൊടുത്ത പച്ചക്കറി? എന്തെല്ലാമുണ്ട് നോക്കിയേ. തക്കാളി അല്ലേ? തക്കാളി പറഞ്ഞു. നിങ്ങൾ കണ്ടിട്ടില്ലേ തക്കാളി? പിന്നെയോ വെണ്ട പറയൂ. പിന്നെ ചേന അല്ലേ? ചേന. പിന്നെയോ കയ്പ, പയർ. പിന്നെ എന്തെല്ലാമുണ്ട്? കായ, മുരിങ്ങ. അമ്മ പറഞ്ഞു കൊടുക്കുന്ന പേരുകളാണ് തക്കാളി, വെണ്ട, ചേന, കയ്പ, പയർ, കായ, മുരിങ്ങ, വഴുതിന. ഇങ്ങനെ തുടങ്ങി പല പച്ചക്കറികളുടെ പേരുകളും ആര് പറഞ്ഞു കൊടുത്തു? അമ്മ റിനുവിനും പാറുവിനും പറഞ്ഞു കൊടുത്തു. അവരിതെല്ലാം കേട്ടു. എന്നിട്ട് അവരെന്ത് ചെയ്തു? അവരുടെ സ്വന്തം പുസ്തകത്തിൽ
ഈ പേരുകളെല്ലാം എഴുതി പിറ്റേ ദിവസം സ്കൂളിൽ ചെന്ന് ടീച്ചറെ കാണിച്ചു കൊടുത്തു. അവരെഴുതിയ പേരുകൾ, അവരെഴുതിയ പച്ചക്കറിയുടെ പേരുകൾ നിങ്ങളും എഴുതി നിങ്ങളുടെ ടീച്ചറെ കാണിക്കുക. നമുക്കൊരു പാട്ട് പാടാം. എന്താണ്? ചെണ്ടയ്ക്കൊരു ചെറു തട്ടു കൊടുത്താൽ ഡിണ്ടം ഡിണ്ടം മിണ്ടാട്ടം. എന്താണ്? ചെണ്ടയ്ക്കൊരു ചെണ്ടയ്ക്കൊരു ചെറു തട്ടു കൊടുത്താൽ ചെണ്ടയ്ക്കൊരു ചെറു തട്ടു കൊടുത്താൽ ചെണ്ടയ്ക്കൊരു ചെറു തട്ടു കൊടുത്താൽ ഡിണ്ടം ഡിണ്ടം മിണ്ടാട്ടം. ഡിണ്ടം 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 മിണ്ടാട്ടം. ചെണ്ടയ്ക്കൊരു ചെറു തട്ടു കൊടുത്താൽ ഡിണ്ടം ഡിണ്ടം മിണ്ടാട്ടം. ചേങ്ങില മെല്ലെ മുട്ടുമ്പോൾ ചേങ്ങില മെല്ലെ മുട്ടുമ്പോൾ ചേങ്ങില മെല്ലെ മുട്ടുമ്പോൾ ചിഞ്ചിലു ചിഞ്ചിലു ചിരിമേളം. ചിഞ്ചിലു 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 ചിരിമേളം. എല്ലാവരും ഒന്ന് ചൊല്ലിയേ. ചെണ്ടയ്ക്കൊരു ചെറു തട്ടു കൊടുത്താൽ ഡിണ്ടം ഡിണ്ടം മിണ്ടാട്ടം. ചേങ്ങില മെല്ലെ മുട്ടുമ്പോൾ ചിഞ്ചിലു ചിഞ്ചിലു ചിരിമേളം. ഒന്നുകൂടി ചൊല്ലിയേ. ചെണ്ടയ്ക്കൊരു ചെറു തട്ടു കൊടുത്താൽ ഡിണ്ടം ഡിണ്ടം മിണ്ടാട്ടം. ചേങ്ങില മെല്ലെ മുട്ടുമ്പോൾ ചിഞ്ചിലു ചിഞ്ചിലു ചിരിമേളം. പടിയെ. ചെണ്ടയ്ക്കൊരു ചെറു തട്ടു കൊടുത്താൽ ഡിണ്ടം ഡിണ്ടം മിണ്ടാട്ടം. ചേങ്ങില മെല്ലെ മുട്ടുമ്പോൾ ചിഞ്ചിലു ചിഞ്ചിലു ചിരിമേളം. എല്ലാവരും ഒന്നിച്ച് ചൊല്ലിയേ. ഓണ ദിവസം തന്നെ റിനുവും പാറുവും ഊഞ്ഞാലാടിയിരുന്നു. അത് നിങ്ങളോട് പറഞ്ഞില്ല. അവർ ഊഞ്ഞാലാടാൻ പോയി. അപ്പോൾ ഊഞ്ഞാലിങ്ങനെ ഉയരത്തിൽ താഴ്ന്നും പൊങ്ങി ഊഞ്ഞാലാടുകയാണ്. അപ്പോൾ റിനു പറയുകയാണ്, എന്തൊരു സുഖമാണ് ഈ ഊഞ്ഞാലാടലും ഈ ആഘോഷങ്ങളും. ഇനി എന്നാണ് ഇങ്ങനെയുള്ളൊരു ഓണം വരിക? അപ്പോൾ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ വരുമ്പോൾ മാത്രമേ എല്ലാവരും ഒന്നിച്ചു കൂടുകയുള്ളൂ, ഇങ്ങനെയുള്ള കളികളൊക്കെ കളിക്കാറുള്ളൂ. അതോ ഇനി എന്നാണ് ആഘോഷങ്ങൾ വരിക എന്ന് ചോദിച്ചു. ഈ ഉയർന്നു പൊങ്ങുന്ന ഊഞ്ഞാലിൽ നിന്ന് വളരെ സന്തോഷമുണ്ടായിട്ട് അവൻ്റെ മനസ്സിൽ വല്ലാത്തൊരു തോന്നലാണ്, ഈ ഓണം എപ്പോൾ ഇനി തിരിച്ചു വരും. അപ്പോൾ പാറു പറഞ്ഞു, നമ്മുടെ പെരുന്നാൾ ഇപ്പോൾ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഓണം കഴിഞ്ഞ് വരുന്നത് ക്രിസ്മസ് ആണ്. ക്രിസ്മസിനും നമുക്ക് ആഘോഷിക്കാം. ക്രിസ്മസും വളരെ മനോഹരമായി നമുക്ക് ആഘോഷിക്കാമെന്ന് റിനുവും പാറുവും തീരുമാനിക്കുകയാണ്. അപ്പം റിനുവും പാറുവും ക്രിസ്മസ് വരും, ആ ക്രിസ്മസിൽ നമുക്ക് പുൽക്കൂട് ഒരുക്കണം, നമുക്ക് ക്രിസ്മസ് അപ്പൂപ്പനെ വരവേൽക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ റിനു പറയുകയാണ്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തൊട്ട് മുമ്പ് പെരുന്നാൾ ആഘോഷിച്ചിരുന്നു, നോമ്പുതുറ നടന്നിരുന്നു. അവരുടെ സ്കൂളിൽ നോമ്പുതുറ നടന്നിരുന്നു. പെരുന്നാളോടനുബന്ധിച്ച് നോമ്പുതുറയും നടന്നു. ആ നോമ്പുതുറയിൽ അവൾക്ക് കഴിഞ്ഞ നോമ്പുതുറയിലെ ഓർമ്മകൾ അവൾ പങ്കുവെക്കുകയാണ്. അപ്പോൾ നോമ്പുതുറയിൽ കുറേ പലഹാരങ്ങളുണ്ടായിരുന്നു. നോമ്പ് തോൽക്കും, 30 ദിവസം അവർ നോമ്പ് നോറ്റിട്ട് അവസാനം എന്ത് ചെയ്യും, പെരുന്നാൾ ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ നോമ്പുതുറ നടത്തുമ്പോൾ നമ്മൾ എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. നോമ്പുതുറയ്ക്ക് ആ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എന്തെല്ലാം പലഹാരങ്ങളാണ് അവിടെ ഉണ്ടാക്കിയത് എന്ന് അവൾ പറയുക. അപ്പോൾ നോമ്പുതുറയ്ക്ക് എന്തെല്ലാം പലഹാരങ്ങളാണ് നമ്മുടെ റിനുവിൻ്റെ വീട്ടിൽ ഉണ്ടാക്കിയത് എന്ന് നമുക്ക് ഒന്ന് എഴുതി നോക്കാം. അപ്പം പലഹാരങ്ങളുടെ പേരൊക്കെ എഴുതി കഴിഞ്ഞു, അവരുടെ നോമ്പുതുറയ്ക്ക് ഉണ്ടാക്കിയ പലഹാരങ്ങൾ. ഇനി ഈ അതേസമയം പെരുന്നാളിൽ അവരെങ്ങനെയാണ് പെരുന്നാൾ ആഘോഷിച്ചത് ഇല്ലേ? മൈലാഞ്ചി ഇട്ടിട്ടും ഒപ്പന പാടിയിട്ടും പള്ളിയിൽ പോയിട്ടും ഒക്കെ അവരിങ്ങനെ പെരുന്നാൾ ആഘോഷിച്ചു. അപ്പം പെരുന്നാൾ എങ്ങനെയായിരുന്നു റിനു ആഘോഷിച്ചത്? അല്ലെങ്കിൽ നിങ്ങളുടെ പെരുന്നാൾ ആഘോഷം നിങ്ങൾ എങ്ങനെയാണ് പെരുന്നാൾ ആഘോഷിച്ചത് എന്ന് നിങ്ങൾക്ക് അറിയും പോലെ വാക്യങ്ങളാക്കി എഴുതുക. നോട്ട് ബുക്കിനകത്ത് നിങ്ങൾ ആഘോഷിച്ച പെരുന്നാളിനെ കുറിച്ച് വാക്യങ്ങളാക്കി എഴുതി വരിക.
അങ്ങനെ ഡിസംബറായി. ഡിസംബർ മാസത്തിൽ നമുക്കറിയാം എന്താണ്? ക്രിസ്തുമസ് ആണ് അല്ലേ? ക്രിസ്തുമസ് ഡിസംബർ 25-ന് ക്രിസ്മസ് ആഘോഷിക്കും. അപ്പം നമ്മുടെ റിനുവും പാറവും നേരത്തെ ഓണാഘോഷ സമയത്തെ ഈ ക്രിസ്മസ് ആഘോഷത്തെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പം ക്രിസ്മസ് എത്തിയപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി. അവരെന്ത് ചെയ്തു? എന്തെല്ലാം ആഘോഷങ്ങളാണ് ക്രിസ്മസിന് അവർ ചെയ്തത്? എന്തെല്ലാമാണ് ക്രിസ്മസിന് അവർ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ക്രിസ്തുമസ് എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കാറുണ്ടോ? എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കാറില്ലേ? ഡിസംബർ 25-ന് നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കുന്നു. അപ്പം ക്രിസ്മസ് ആഘോഷിക്കുക എന്തെല്ലാമാണ് ക്രിസ്മസിന്? നക്ഷത്ര വിളക്കുണ്ടാവാം അല്ലേ? നക്ഷത്ര വിളക്ക് തൂക്കും. അപ്പം റിനു പറഞ്ഞു നമുക്ക് നക്ഷത്ര വിളക്ക് തൂക്കാം. നക്ഷത്ര വിളക്ക് തൂക്കാം. പിന്നെയോ ക്രിസ്മസ് കരോൾ പാടാം അല്ലേ? ക്രിസ്മസ് കരോൾ. പിന്നെ എന്താണ്? സമ്മാനം കൊടുക്കാം. ക്രിസ്മസ് സമ്മാനം കൊടുക്കാം. പിന്നെ ക്രിസ്മസ് കേക്ക് മുറിക്കാം. ക്രിസ്മസ് കേക്ക് മുറിക്കാം. പിന്നെയോ ക്രിസ്മസ് അപ്പൂപ്പൻ അല്ലേ? ക്രിസ്മസ് അപ്പൂപ്പൻ. ക്രിസ്മസ് അപ്പൂപ്പൻ. അപ്പം എന്തെല്ലാമാണ് ക്രിസ്മസിന്? നക്ഷത്ര വിളക്ക്, കരോൾ, സമ്മാനം, ക്രിസ്മസ് കേക്ക്, ക്രിസ്മസ് അപ്പൂപ്പൻ, ഇതെല്ലാം ഉണ്ടാവും എന്തിന്? ക്രിസ്മസിന്. അപ്പം റിനുവും പാറവും ഇത് നക്ഷത്ര വിളക്ക് നോക്കി അവരുടെ വീട്ടിൽ നക്ഷത്ര വിളക്ക് തൂക്കിയിട്ടുണ്ട്. കരോൾ ഗാനം പാടുന്നുണ്ട്. അവർ സമ്മാനം കൊടുക്കുന്നുണ്ട്. ക്രിസ്മസ് കേക്ക് മുറിക്കുന്നുണ്ട്. ക്രിസ്മസ് ഒരാൾ ക്രിസ്മസ് അപ്പൂപ്പനായിട്ട് വേഷം കെട്ടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ. അതുപോലെ തന്നെ വീടുകളിൽ വളരെ വിഭവമായ ഭക്ഷണവും ഒരുക്കുന്നുണ്ട്. ഇങ്ങനെ ഇവർ വളരെ സന്തോഷത്തോടു കൂടി ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. ക്രിസ്മസ് എന്നാണ്? ഡിസംബർ 25-ന് ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. അപ്പം ക്രിസ്മസ് ഇങ്ങനെയുള്ള ഉത്സവങ്ങളാണ് നമ്മളെ മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഓരോ ഉത്സവങ്ങളും നമുക്ക് പ്രധാനപ്പെട്ടതാണ്. ഉത്സവങ്ങൾ ഓരോ നാടിൻ്റെയും ഐശ്വര്യത്തെ കൂടി സൂചിപ്പിക്കുന്ന ഒന്നാണ്. പലതരത്തിലുള്ള ഉത്സവങ്ങളുണ്ട് അല്ലേ? ഇത് നമ്മുടെ ഓണം, ക്രിസ്മസ്, പിന്നെ പെരുന്നാൾ, ഇതൊക്കെ നമ്മുടെ ഓരോ വിഭാഗവും നമ്മൾ കൊണ്ടാടപ്പെടുന്നതാണ്. എന്നാൽ ഉത്സവങ്ങൾ നിങ്ങൾ വേറെയും കണ്ടിട്ടില്ലേ? നമ്മുടെ നാട്ടിൽ നമ്മൾ തൃശ്ശൂർ പൂരം കേട്ടില്ലേ? അതൊരു ഉത്സവമാണ്. ഇതേപോലെ നമ്മുടെ നാടുകളിലൊക്കെ തന്നെ പലതരം ഉത്സവങ്ങൾ ഉണ്ടാവാറുണ്ട്. പൂരങ്ങളിലെ തിറകൾ, ഉത്സവങ്ങൾ, അമ്പലങ്ങളിൽ ഉത്സവങ്ങൾ ഉണ്ടാവാറില്ലേ? വീടുകളിൽ തിറകൾ ഉണ്ടാവും. കണ്ടിട്ടില്ലേ? ഇങ്ങനെ ഇതൊക്കെ പനയോലയുടെ ഇതൊക്കെ തൂക്കിയിട്ട് തെങ്ങോലകളുടെ തൂക്കി വേഷം ഉള്ള പല രീതിയിലുള്ള ഉത്സവം അല്ലേ? തെയ്യം, തിറ, ഇതൊക്കെ ഉത്സവത്തിൻ്റെ ഭാഗം. പല നാടുകളിൽ പല ആചാര മര്യാദകളുടെ ഭാഗമായിട്ട് നമ്മൾ ഉത്സവങ്ങൾ കൊണ്ടാടാറുണ്ട്. പല ഉത്സവങ്ങളും. എല്ലാ മതസ്ഥരും ഉത്സവങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉത്സവങ്ങൾ നാടിൻ്റെ ഒരു ഐശ്വര്യം കൂടിയാണ്. അപ്പം ഉത്സവം നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ കണ്ട ഉത്സവത്തെക്കുറിച്ച് നിങ്ങൾ എന്തെഴുതുക? ഒരു 10 വാചകം എഴുതുക. അതായത് ഒരു ചിത്രം വരയ്ക്കുക. നിങ്ങൾ കണ്ട ഒരു ഉത്സവം ചിത്രമായിട്ട് വരയ്ക്കുക. ചിത്രം വരച്ച് കഴിഞ്ഞതിനെക്കുറിച്ച് 10 വാചകം നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക.